1000-ൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ തന്നെ പഠിച്ച ഒരാളാണ്. ബ്രൈഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായി ചെയ്യണമല്ലോ. അപ്പം നമ്മൾ പയ്യെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആവുമായിരിക്കും എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം എടുത്ത് പഠിച്ചിട്ടാണ് ഡ്രേപ്പിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇടയ്ക്കൊരു സായിപ്പല്ല വീട് കെട്ടുന്നു. ഇനി മേലാൽ നിത അംബാനിയിലേക്ക് എങ്ങനെ എത്തിയേ? അത് ആളുടെ ഒരു സ്റ്റാഫാണ് വിളിച്ചത്. പിന്നെ നിത അംബാനിയോ നമ്മളെയോ എന്നൊക്കെ വിചാരിക്കും. ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഓൾഡ് അറിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയ അവസ്ഥയിലാണ് ഞാൻ പോയത്. എനിക്ക് അത്രയും പേടിയാ. മാം ഇങ്ങനെ ഹിപ്പിൽ പ്ലീറ്റ്സ് എടുത്തപ്പോൾ അത് നല്ലായിരുന്നു എന്ന് പറഞ്ഞു. കൊള്ളാലോ. ആദ്യമായിട്ട് ഞാൻ പോയത് 1500 രൂപയ്ക്കാണ്. നിലമ്പൂര് ഒരു കാട്ടിലായിരുന്നു വർക്ക്. ഇപ്പോൾ നിത അംബാനിക്ക് വരെ ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വന്നത് അമ്മ ഒരു കാര്യത്തിന് നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടിട്ടാണ്. അടിപൊളി. അമ്മയ്ക്ക് ഭയങ്കര പാവാണ് ആള്. വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് കുറേ ആൾക്കാരെ, ഏകദേശം 1000-ൽ കൂടുതൽ ആൾക്കാരെ സാരി ഡ്രേപ്പ് ചെയ്ത് ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇൻക്ലൂഡിങ് നിത അംബാനിനെ വരെ സാരി ഡ്രേപ്പ് ചെയ്ത് ക്ലെയർ ആണ് നമ്മുടെ ക്ലബ് എഫ് എമ്മിൽ. വെൽക്കം ടു ക്ലബ് എഫ് എം ക്ലെയർ. താങ്ക് യു. ശരിയാണ്, 1000-ൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്തു. എപ്പോഴാണ് സാരി ഡ്രേപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായിട്ട് യൂസ് ചെയ്തത് എന്നാണ് ചോദിക്കണത്. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് സാരി ഡ്രീപ്പിംഗ്. ഞാൻ ഡോളി ജെയിൻ്റെ ഒക്കെ പേജ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴൊന്നും വിചാരിച്ചിട്ടില്ല നമുക്കൊരു വർക്ക് പോലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ഷൂട്ടൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവള് തന്നെ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റിന് നമ്മളിത് അയച്ചു കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വർക്ക് വരുമായിരിക്കാം, എക്സ്പെക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുത്തെങ്കിൽ നമുക്ക് 2-3 മേക്കപ്പ് ആർട്ടിസ്റ്റ് ബുക്കിംഗ് ഒക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ കിട്ടിയ വീഡിയോസ് വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് അങ്ങനെ അത്യാവശ്യം അക്കൗണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ. അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പയ്യെ റീച്ചായി വരുന്നുണ്ട് ഇത്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എങ്കിൽ ഫൈനൽ ഇയർ ആവാൻ നേരം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇതങ്ങ് പ്രൊഫഷൻ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി ഇതങ്ങ് പ്രൊഫഷൻ ആക്കാൻ തീരുമാനിച്ചില്ല. അത് പണ്ട് മുതലേ ഇങ്ങനെ സാരി ഡ്രീപ്പിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സാരി ഡ്രീപ്പിങ്ങിൽ നമുക്കൊരു കഴിവുണ്ട്, ഇതൊരു സ്കില്ലാണെന്നൊന്നും അപ്പം അറിയില്ല. അപ്പം പിന്നീടാണ് നമ്മളത് പ്രൊഫഷൻ ആക്കിയേക്കാം എന്നാക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചെടുത്തിട്ടുള്ള അല്ലേ, നമുക്ക് ഓൾറെഡി ഉള്ള കഴിവ് നമ്മൾ സെറ്റ് ചെയ്ത് വന്നതാണ്. അതെ ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാം എനിക്ക് കുറെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ എവിടെയാ പഠിച്ചത്, നമുക്കും അവിടെ പഠിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ തന്നെ പഠിച്ച ഒരാളാണ്. സാരി ഡ്രീപ്പിംഗ്, സാരി ഉടുക്കാൻ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട്. ആള് സാരി ഉടുക്കും, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സാരി ഉടുക്കും. എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നുമല്ല, എല്ലാ ആൻറ്റിമാരും ഉടുക്കുന്ന പോലെ സാരി ഉടുക്കും ആള്. അപ്പോൾ ആളുടെ കണ്ടിട്ട് ആളിങ്ങനെ പ്ലീറ്റൊക്കെ എടുക്കുന്ന കണ്ടിട്ട് ഒരു കൗതുകം തോന്നിയിട്ട് നമ്മളെന്നാൽ പിന്നെ സാരി ഉടുക്കാൻ പഠിച്ചാലോ എന്ന് വിചാരിച്ച് ചുമ്മാ അമ്മായി പഠിപ്പിച്ചു തന്നാണ് സാരി ഉടുക്കുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൈഡ്സിനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായി ചെയ്യണമല്ലോ. അപ്പം നമ്മൾ പയ്യെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആവുമായിരിക്കും എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം എടുത്ത് പഠിച്ചിട്ടാണ് ഡ്രേപ്പിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആദ്യമായിട്ട് ഒരു ബ്രൈഡിന് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് പഠിക്കേണ്ട വരുമായിരിക്കുമല്ലോ. വേറെ ആരുടെങ്കിലും അടുത്ത് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാടാ, അതോ ആദ്യമായിട്ട് ഒരു ബ്രൈഡിന്റെ അടുത്ത് പോയപ്പോൾ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ കോളേജ് സീനിയർ ഒപ്പനയിലൊക്കെ ഒരു മണവാട്ടിയായിരുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചീനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ആൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടി, അതായത് ഡ്രേപ്പിസ്റ്റ് ആവണം, ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇൻറ്റൻഷനോട് കൂടി ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നത് ആ ചേച്ചിക്കാണ്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല നമ്മളെ കൊണ്ട് പറ്റണ പോലെ പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ നോക്കുമല്ലോ. അപ്പം നമ്മൾ തലേ ദിവസം ഇങ്ങനെ വിചാരിച്ച് അന്ന് റിൻസയാണ് എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നത്. അപ്പം ഞാൻ വിചാരിച്ചാൽ റിൻസനെ ഒന്ന് ഉടുപ്പിച്ച് നോക്കി. അപ്പോൾ റിൻസ പറഞ്ഞു എന്തിനാടി നാച്ചുറലായിട്ട് നിനക്കത് വരും, അത് കുഴപ്പമില്ല, അവൾ വരുമ്പോൾ ഉടുപ്പിച്ച് കൊടുത്താൽ മതി എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേച്ചിക്ക് അത്യാവശ്യം നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കി. പക്ഷെ അന്ന് ആ ചെയ്ത ഡ്രേപ്പിംഗും ഇപ്പം ചെയ്യുന്ന ഡ്രേപ്പിംഗും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്.
പക്ഷേ അപ്പോൾ അത്ര പ്രിപ്പറേഷനോ പ്ലാനിങ്ങോ ഇല്ലാണ്ടാ ചെയ്തത്. പക്ഷെ സക്സസ് ആയി നമുക്ക്. അതെ അതെ, ദൈവാനുഗ്രഹം സക്സസ് ആയി. എത്ര ടൈപ്പിൽ നമുക്ക് ഒരു സാരി ഉടുക്കാൻ പറ്റും? ഒരു സാരി നമുക്ക് ഒരുപാട് ടൈപ്പിൽ. എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ ആധികാരികമായിട്ട് സാരീനെ പറ്റി പറയാൻ അറിയുന്ന വെച്ചാൽ ഞാൻ കുറച്ച് ഡ്രേപ്പിംഗ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പ്. ഒരു ഡ്രേപ്പിംഗ് എന്നെ കാണിച്ചു തന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് പറ്റുമായിരിക്കും. കാരണം നമ്മളൊരു പ്ലീറ്റ്സ് ഇങ്ങനെ പോയാൽ അങ്ങനെ ആവുമെന്ന് നമുക്ക് ഒരുവിധം ഡ്രേപ്പിസ്റ്റുകൾക്കൊക്കെ അറിയാം. അപ്പം നമുക്കൊരു സാരി കിട്ടിയിട്ട് ഒരു സ്റ്റൈലിൽ ഡ്രേപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ ഒരു കൃത്യം ഒരു കൗണ്ട് പറഞ്ഞാൽ എത്ര ഡ്രീപ്പിംഗ് ചെയ്യാൻ അറിയുന്നത് വെച്ചാൽ എനിക്കങ്ങനെ പറയാൻ അറിയില്ല. പക്ഷേ ഒരു സാരി വെച്ചിട്ട് ഒരുപാട് ഡ്രീപ്പിംഗ് സ്റ്റൈലുണ്ട്. എനിക്കതറിയാവുന്നത് ഡോളി ജെയിൻ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ ഉണ്ട് ആൾക്ക്. 300+ ടൈപ്പ് ഓഫ് സാരി ഡ്രീപ്പ് ചെയ്തിട്ടുണ്ട് ആള്. അപ്പോൾ അങ്ങനെയാണ് അറിയാവുന്നത്. ഈ പറഞ്ഞ ഡോളി, പിന്നെ ഡാമിനി, അങ്ങനെ കുറെ പേരുണ്ട് ഈ ഒരു ഫീൽഡിൽ. അവരൊക്കെയാണ് ഇൻസ്പിറേഷൻ. എനിക്കങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് ഇതേപോലെ ഡോളി ജെയിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നാണെങ്കിൽ ഞാൻ KPയുടെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് റിൻസ് അയച്ചു തരുമ്പോൾ, അല്ലാണ്ട് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് നമ്മൾ കാണുന്ന തന്നെയല്ലേ വരുള്ളൂ. പക്ഷേ റിൻസ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ അവൾ ക്രോഷറ്റ് ചെയ്യും. അപ്പം ഈ റീൽസൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ ആള് അതിനനുസരിച്ച് നോക്കിയിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയുന്നത്. ഈ റിൻസ എന്ന് പറയുന്നത് മറ്റേ ഫ്രണ്ട് അല്ലേ? അതെ അതെ, ആ ഫ്രണ്ട് കാരണമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതെ അതെ, സത്യമായിട്ടും അവള് കാരണമാണ് ഇന്ന് എനിക്ക് എന്തൊക്കെ, അതായത് ഞാൻ ഈ ഡ്രേപ്പിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെല്ലാം കാരണം റിൻസയാ. അതെ, ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അവളോട്. ആദ്യം നമ്മൾ സാരി ഉടുത്ത പോലെ ഇല്ല ഇപ്പൊ. നമ്മൾ ഓരോ ട്രെൻഡ് മാറി 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 നമ്മൾ സാരി ഉടുക്കും. പുതിയ ട്രെൻഡിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ആ പുതിയ ട്രെൻഡ്സ് ഒക്കെ എങ്ങനെയാ പഠിക്കണേ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് നല്ലോണം അയൺ ചെയ്ത് അങ്ങോട്ട് പറ്റിച്ചു കൊടുക്കുന്നതായിരുന്നു ട്രെൻഡ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതായിരുന്നു ട്രെൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലഫി പ്ലീറ്റ്സ് എന്ന് പറയുന്ന സംഭവം വന്ന്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇതെങ്ങനെ വരും, അങ്ങനെ എങ്ങനെ ആയിരിക്കും അത് വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഞാനൊന്ന് വീട്ടിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമായിരിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് അതപ്പം തന്നെ സക്സസ് ആയി. അപ്പം മനസ്സിലായി, ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് മനസ്സിലായി. അതപ്പം തന്നെ പഠിച്ചു. പിന്നെ മെർമെയ്ഡ് ഡ്രേപ്പിങ്ങും അതെനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല ഞാനതെങ്ങനെ പഠിച്ചതെന്ന്. കാരണം എന്ന് വെച്ചാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ ഇതിങ്ങനെ, അതാ ഞാൻ പറഞ്ഞു ഓരോ ഡ്രേപ്പിസ്റ്റുകൾക്ക് ഒരു സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാം, ഇങ്ങനെ ഡ്രേപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ, അതായത് ഡ്രേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് പറ്റും. കാരണം അവർക്ക് മനസ്സിലാവും ഒരു പ്ലീറ്റ് മാറിയാൽ അതെങ്ങനെ തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കണം എന്ന് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്താ അറിയായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയാണ് കൂടുതൽ ട്രെൻഡ് പഠിക്കുന്നത്. അല്ലാതെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറൊരു ഇത് ഡ്രേപ്പിംഗ് നോക്കിയിട്ടോ എനിക്ക് ഇതുവരെ പഠിക്കേണ്ടി വന്നിട്ടില്ല, ഭാഗ്യം കൊണ്ട്. അതെ, എക്സ്പെരിമെന്റ് ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. വെരി നൈസ്. നിത അംബാനിയിലേക്ക് എങ്ങനെ എത്തിയേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബഹ്റിനിലൊരു വർക്കുണ്ടായിരുന്നു. അവിടെ നിന്ന സമയത്താണ് കോള് വരുന്നത്. അപ്പം ഞാനിങ്ങനെ ഓക്കെ പ്രാങ്ക് ആയിരിക്കും, ഇത് തെറ്റിദ്ധരിക്കരുത്, ശരിക്കും ഞാനങ്ങനെ വിചാരിച്ചു പോയി, പ്രാങ്ക് ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ. അത് ആളുടെ ഒരു സ്റ്റാഫാണ് വിളിച്ചത്. ഞാൻ എക്സാക്റ്റ് പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ ആളുടെ ഒരു സ്റ്റാഫാണ് വിളിച്ചത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു, നമ്മളെന്താ വിചാരിക്കുന്നത്, പിന്നെ നിത അംബാനിയോ നമ്മളെയോ എന്നൊക്കെ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചത്. അപ്പം ഞാനിങ്ങനെ പിന്നെ പ്രാങ്ക് ആയിരിക്കും എന്ന് വിചാരിച്ച് ആദ്യമേ ഒരു ഇങ്ങനെ പറഞ്ഞു പോയി. എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രാങ്ക് ആണെങ്കിൽ സമയമില്ല എന്നൊക്കെ പറഞ്ഞു പോയി. എന്നിട്ട് പ്രാങ്ക് വെച്ചിട്ട് പോണ. പക്ഷെ ആള് ഹിന്ദിയിലൊക്കെ സംസാരിച്ചപ്പോൾ കുറച്ച് ഡൗട്ട് തോന്നിട്ടെ, ഇനി ആണെങ്കിലോ. അപ്പൊ നമുക്ക് ഹിന്ദി അറിയോ? ഇല്ല, അതില്ല. നമ്മൾ മലയാളത്തിൽ അവിടെ ഹിന്ദിയിലും അല്ലല്ല, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ചത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ആദ്യത്തെ തവണ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. വിളിച്ചായിരുന്നു. അതാണ് ഇപ്പൊ പറഞ്ഞത്. ആ വിളിച്ചപ്പോൾ അത് കൺഫേം ചെയ്യാന്നുള്ള രീതിക്ക് പറഞ്ഞ്. പക്ഷെ എനിക്ക് വർക്കുണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് ഭയങ്കര ബ്രൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. പിന്നെ ഞാൻ ഓർത്ത് കുഴപ്പമില്ല, നമുക്ക് വരാനുള്ള, എന്നാലും അങ്ങനെ പോലും വിചാരിക്കത്തില്ല കേട്ടോ ഞാൻ. പക്ഷെ ഇങ്ങനെ എന്നെ തന്നെ സമാധാനിപ്പിച്ചു, വരാനുള്ളതാണ് വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ട ഡ്രേപ്പിംഗ് വേറൊരാൾ അവിടെ തന്നെയുള്ള ഡോളിജൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആരോ ചെയ്ത് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഒരു ദിവസം വെളുപ്പിനെ ട്രെയിനിൽ ഒരു 3 മണിക്ക് പോയിക്കൊണ്ടിരിക്കും, ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ആ ഡ്രേപ്പിംഗ് ആണ്. അപ്പം ഞാനിങ്ങനെ ഇത് ഞാൻ ചെയ്യേണ്ട ഡ്രേപ്പിംഗ് ആയിരുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ കരഞ്ഞ്. എന്നിട്ട് എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി
എന്നിട്ട് നമുക്ക് പോയാൽ ഒബ്വിയസ്ലി നമുക്ക് സങ്കടമാവും. ഞാൻ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് വിചാരിച്ചു ഓക്കെ ഇനി വിളിക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ട് അവർ രണ്ടാമത് വിളിച്ച് എന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു നോർമൽ സാരി ഡ്രൈപ്പ് ചെയ്യാനെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ പറയുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആവും. അപ്പോൾ എനിക്ക് രണ്ടാമത് വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. ഓക്കെ വിളിച്ചല്ലോ നമ്മളെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞ് പിറ്റേത് 2 ദിവസത്തിനുള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ പോയി ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഹോൾഡറിൽ മഞ്ജുവാര്യർ പ്രസിഡന്റിനെ കാണാൻ പോയ അവസ്ഥയിലാണ് ഞാൻ പോയത്. എനിക്ക് അത്രയും പേടിയാ, എനിക്ക് ടെൻഷനായിട്ട് വയ്യായിരുന്നു. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ട് ഡ്രൈപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളവിടെ നിന്ന് ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നിതാംബാനിനെ കണ്ട്? അതാ ഞാൻ പറഞ്ഞേ, എക്സാക്ട് ആ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ അത്രയും പേടിക്കാനുണ്ടോന്ന് വെച്ചാൽ അവർ നമ്മളെ പേടിപ്പിക്കുന്നൊന്നുമല്ല കേട്ടോ. ഒരു ഭയങ്കര കൂളായിട്ടുള്ള ആൾക്കാർ, നമ്മളെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ, എല്ലാം കൊണ്ട് സൂപ്പറാണ്. പക്ഷെ നമുക്ക് തന്നെ ഒരു ടെൻഷൻ വരൂലേ, വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കൂലേ, അങ്ങനെ ഒരു ടെൻഷനാണത്. അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാ പോയത്. നമുക്ക് സെക്യൂരിറ്റി കാര്യങ്ങൾ അത്ര യൂസ്ഡ് അല്ല. നമുക്കറിയാവുന്ന സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എയർപോർട്ടിൽ പോകുമ്പോൾ അതേപോലത്തെ സെക്യൂരിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെയും. അപ്പം നമുക്കിങ്ങനെ അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരും. അങ്ങനെ ടെൻഷൻ ആവും. അപ്പം ഞാൻ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂളായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ക്ലിയറെ ഓക്കെ അല്ലേ, ചെയ്യൂലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ടെൻഷൻ. അപ്പം ഞാനിങ്ങനെ പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ, ചെയ്യാം, അങ്ങനെയുള്ള ഹോട്ടലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ടെൻഷൻ വരും. ടെൻഷൻ വരുമ്പോൾ ഞാനിങ്ങനെ ഓക്കെ ചെയ്യാന്നൊക്കെ ഉള്ള മട്ടിലുണ്ട്. അപ്പോൾ ഉള്ള ടെൻഷനേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരത്തേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും കൊണ്ടിട്ടാണ്. പിന്നെ അത് ശരിയായി. അപ്പോൾ തന്നെ അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് രാത്രി പിറ്റേ ദിവസം വെളുപ്പിന് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത്. ആദ്യത്തെ സെലിബ്രിറ്റി വർക്ക് ഏതായിരുന്നു? ആദ്യത്തെ സെലിബ്രിറ്റി വർക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അൻസിബ ഹസൻ ആൾക്കാണ്, ചേച്ചിക്കാണ് ഞാൻ ആദ്യമായിട്ട് സാരി ഉടുപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിനൊക്കെ എക്സൈറ്റ്മെൻറ്റ്. ഇപ്പം നിതാംബാനിക്ക് പോയതിനൊക്കെ എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സെലിബ്രിറ്റി എനിക്ക് ഒന്നാമത്തെ കാര്യം അങ്ങനെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. എനിക്ക് സെലിബ്രിറ്റീസിലോട്ട് എത്തിപ്പെടാനായിട്ട് ഇപ്പോൾ കുറേ പേർക്കൊക്കെ സ്റ്റൈലിസ്റ്റ് വഴി അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് വഴി കുറേ കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാരുണ്ട്. അത് നല്ല കാര്യം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. ഞാനൊരു കോളേജ് സ്റ്റുഡൻറ്റ്, കൈനേരിയിൽ നിന്ന് വന്ന ഒരാൾ എന്നുവെച്ചാൽ ആ സ്ഥലത്ത് നിന്നൊക്കെ വരുമ്പോൾ അത്രയ്ക്കുള്ള കോണ്ടാക്ട്സ് എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അൻസിബ ചേച്ചി ഡയറക്റ്റ് മെസ്സേജ് അയക്കുമായിരുന്നു. അത് വേറെ എനിക്കറിയില്ല കേട്ടോ, ഞാനത് ഓർക്കുന്നില്ല. അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഓക്കെ ഇങ്ങോട്ടാണ് അൻസിബ മെസ്സേജ് അയച്ചതല്ലേ? എനിക്ക് ചേച്ചിയാണോ മെസ്സേജ് അയച്ചതെന്ന് ഉറപ്പില്ല കേട്ടോ. അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ എന്ന് ഞാൻ ഓർക്കുന്നത്. എനിക്ക് തോന്നുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് നമുക്ക് സിനിമയിലൊക്കെ അഭിനയിച്ച ഒരാൾക്ക് സാരി ഉടുപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും നന്നായിട്ട് ഉടുപ്പിച്ച അല്ലെങ്കിൽ ഒരു നല്ല റിവ്യൂ കിട്ടിയ ഒരു സെലിബ്രിറ്റി എക്സ്പീരിയൻസ് ഉണ്ടായോ? എനിക്ക് റിവ്യൂ കിട്ടിയെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസിൽ എനിക്ക് റിവ്യൂ കിട്ടുന്നത് നീത അംബാനി മാമിന് ചെയ്തപ്പോൾ മാം ഇങ്ങനെ ഹിപ്പിൽ പ്ലീറ്റ്സ് എടുത്തപ്പോൾ അത് നല്ലായിരുന്നു എന്ന് പറഞ്ഞു. കൊള്ളാലോ. ഞാൻ തന്നെ എന്നെ ഇങ്ങനെ അല്ലല്ല അത് വേണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇത് 2 പറഞ്ഞുള്ളൂ. അല്ല മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഹായ് ക്ലെയർ എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് സംസാരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇത് ഇഷ്ടപ്പെട്ടെന്നാ. ഓക്കെ മതി, സമാധാനം. അതാണ് എനിക്ക് കിട്ടിയൊരു സെലിബ്രിറ്റി റിവ്യൂ. അടിപൊളി. ഓക്കെ, ഹൻസികയുടെ റീലിൽ കണ്ടിട്ടുണ്ട്. ഹൻസികയുടെ റീൽ ചെയ്തിട്ടുണ്ട്. ഹൻസികയുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഹൻസികയുടെ ചെയ്തിട്ടുണ്ട്. അത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു നല്ലായിരുന്നു. അത് ആൾക്ക് ഭയങ്കര പാവം കുട്ടിയെന്ന് വെച്ചാൽ ഏജ് വെച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ആള് എനിക്ക് കുറച്ച് ചൈൽഡിഷ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ച് അങ്ങനെ തോന്നി. ഓക്കെ. പിന്നെ ഈ ബ്രൈഡ്സിന് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ഞാൻ കണ്ടത് നമ്മുടെ ഗ്ലാമികയുടെ ചെയ്തതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രൈപ്പ് ചെയ്തേക്കണേ ആ ഗോൾഡൻ സാരി, നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യം ഗ്ലാമികയുടെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു മൈ ഗോഡ് ഡ്രൈപ്പിംഗ് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പിന്നെ ക്ലെയറിന്റെ അക്കൗണ്ട് ക്ലെയർ ആണല്ലോ ഇത് ചെയ്തത്. അതിന് കുറെ നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നമുക്ക് നല്ല റീച്ചും ഉണ്ടായിരുന്നു. ആ ഒരു റീല് പോസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം റീച്ചും ഉണ്ടായിരുന്നു. അത്യാവശ്യം എൻക്വയറീസും വന്നു ആ റീലിൽ നിന്ന്. എന്നുവെച്ചാൽ നമ്മളുടെ അക്കൗണ്ട് റീച്ച് ആവണമെങ്കിൽ കുറച്ച് സെലിബ്രിറ്റി വർക്ക്സ് ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മൾ അക്കൗണ്ട് റീച്ച് ആവും, പക്ഷെ എന്നാലും ടൈം എടുക്കുന്നതിൽ പരം സെലിബ്രിറ്റീസിന് ചെയ്തു കൊടുത്ത് അവർ ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു ഫേസ് ഹെൽപ്പ് ചെയ്യും നമ്മളെ. അങ്ങനെ ബൂസ്റ്റ് ആയിട്ടുണ്ട് ആ റീല്. അതേപോലെ കുറേ എൻക്വയറി വന്നിട്ടുണ്ട് അതിൽ നിന്ന്.
ഓക്കെ. എങ്ങനെ ഗ്ലാമി ഗംഗയും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്? അല്ലല്ല, ഞാൻ ആൾക്ക് കൊളാബായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആൾക്ക് ഞാനാണ് മെസ്സേജ് അയച്ചത്. കാരണം ഞാൻ ആ ചേച്ചിയുടെ വീഡിയോസ് പണ്ടോട്ടേ കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ആളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആൾ ഭയങ്കര താഴേന്ന് വന്ന എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്സിലൊക്കെ വന്നിട്ട് കുറേ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചിയുടെ കുറേ സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ വന്ന പോലെ തന്നെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് വന്നത് ഞാനും. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് അയച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തത് അവർക്ക്. ഓക്കെ. ഇടയ്ക്കൊരു സായിപ്പല്ല വീഡിയോ കട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. എങ്ങനെയുണ്ട്? പൊളി. ഇനി മേലാൽ തിരിച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നടക്ക്. ഒന്നും കിട്ടിയില്ല. ഇല്ല, എനിക്ക് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ തോന്നി. ഓക്കെ. ഇപ്പം നമുക്ക് സാരി ഒരുപാട് ടൈപ്പ് ഓഫ് സാരി നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാ? എനിക്ക് ഇങ്ങനെ ചിലരിങ്ങനെ ടിഷ്യൂ കാഞ്ചീപുരം ഭയങ്കര കട്ടിയാണ്, ഭയങ്കര പാടാണ്. പക്ഷെ എനിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലൊക്കെ പ്ലീറ്റ്സ് ഇരിക്കുമ്പോൾ നല്ല റൗണ്ടായിട്ട് ഫ്ലഫി പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഉടുപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കും ആ സാരി. എനിക്കതുകൊണ്ട് ആ ഒരു മെറ്റീരിയൽ, ടിഷ്യൂ കാഞ്ചീപുരം മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഫേവറേറ്റ്? അതെ, അതാണ്. ഓക്കെ. ആദ്യം നമ്മൾ വാങ്ങിച്ചത് എത്രയെന്ന് പറയാൻ പറ്റും? ഐ മീൻ ഇപ്പം നമ്മൾ ഇപ്പം സാമന്ത ഒരു ഇന്റർവ്യൂല് പറയണ്ട, ആദ്യം സാമന്തയുടെ ഇത് 1000 രൂപയായിരുന്നു അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ആ ഒരു ചേഞ്ച് നമുക്ക് ഞാനപ്പോ സമന്തയൊക്കെ മുള്ള ഞാൻ 1500 രൂപയായിരുന്നു. എക്സ്ക്യൂസ് മീ, സാമന്ത അതിൽ കൂടുതൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതായത് സാരി ഡ്രേപ്പിന് ആദ്യമായിട്ട് ഞാൻ പോയത് 1500 രൂപയ്ക്കാ. നിലമ്പൂര് ഒരു കാട്ടിലായിരുന്നു വർക്ക്. അത് ഒറ്റയ്ക്കാണോ പോയത്? അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ്. അതൊരു ചരിത്ര സംഭവമാണ്. കാരണം ട്രെയിൻ മാറി കയറി നല്ലൊരു ഇറങ്ങി. നമ്മൾ എറണാകുളത്ത് നിന്ന് കയറി ട്രെയിൻ മാറി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ച് എങ്ങനെയോ ബസ്സിനെങ്ങാണ്ട് തിരിച്ച് എവിടെയോ എത്തി. ഇപ്പോഴും അതൊന്നും എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമ്മൾ ഈ ചേച്ചി വിളിച്ചിട്ട് പോകുന്നതാണല്ലോ, അപ്പൊ ചേച്ചി പോകുന്ന വഴിയൊക്കെ നമ്മളും പോകുന്നു അങ്ങനെ. എന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ പാലക്കാടാണ് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ എവിടുന്ന് ബസ് കയറി എവിടെയോ എത്തി. അവിടുന്ന് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ കാറിന് പിന്നെ വർക്കിന് കാറിൽ കയറിയപ്പോഴാണ് സമാധാനമായത്. നമ്മൾ അത്ര നേരം എവിടെയോ തെറ്റി അങ്ങനെയൊക്കെയോ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ കുറേ റെഡിമെയ്ഡ് സാരീസ് ഒക്കെ വന്നിട്ടുണ്ട്, റെഡി ടു സ്റ്റിച്ച്, റെഡി ടു വെയർ സാരീസ്. അതൊക്കെ വന്നപ്പോൾ അതൊരു ചാലഞ്ച് ആയോ നിങ്ങളെ പോലെയുള്ള ഡ്രേപ്പേഴ്സ്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, റെഡി ടു വെയർ സാരീസ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിൽ ഇത്രയും സാരി ഉടുക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ സാരീനെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ റെഡി ടു വെയർ സാരി ഒരു കല്യാണത്തിന് ഉടുക്കും എന്നെനിക്ക്, ഒരു ബ്രൈഡ് കേട്ടോ, ഞാൻ നോൺ ബ്രൈഡൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, ഒരു ബ്രൈഡ് ഉടുക്കുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ചെയ്താലും തെറ്റാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ഭംഗി, അതായത് നമ്മൾ സാരി സ്വന്തമായിട്ട് വേറൊരാൾ അല്ലെങ്കിൽ ഡ്രീപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാനുള്ളൊരത്ര ഭംഗി എനിക്ക് റെഡി ടു വെയർ സാരി തോന്നിയിട്ടില്ല ഉടുത്തിട്ട്. ശരിയാണ്, കറക്റ്റാണ്. റെഡ് വെയർ സാരി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വിചാരിക്കണ അത്ര ഇവിടെ പ്ലീറ്റ്സ് അതൊക്കെ ആ ഒരു നമ്മൾ ആ സാരി ഇഷ്ടപ്പെട്ട് അതിൻ്റെ അത്രയും പ്ലീറ്റ്സ് ഇഷ്ടപ്പെട്ട് മേടിച്ചാലേ ഉള്ളൂ. അതിൽ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റില്ല. അപ്പം അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ അത് ചലഞ്ചായിട്ട്. സാരി ഡ്രീപ്പിങ്ങിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ? പെട്ടെന്ന് ഓർക്കുമ്പോൾ ഒരു വൻ മിസ്റ്റേക്ക് ചെയ്തായിരിക്കും. എനിക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ആദ്യമേ ഒക്കെ ഉടുപ്പിക്കുമ്പോൾ എനിക്കിങ്ങനെ ടെൻഷൻ അങ്ങനത്തെ സംഭവമൊക്കെ കാരണം ഇങ്ങനെ തെറ്റിപ്പോയെന്ന് വെച്ചാൽ അത്ര എന്ന് വെച്ചാൽ വേറൊരാൾക്ക് മനസ്സിലാവുന്ന തെറ്റിങ്ങനെ അധികം വന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാനുള്ള. സ്റ്റാർട്ടിങ് ഒക്കെ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഉള്ളതിനൊക്കെ തടി തോന്നിക്കുന്നുണ്ട് എന്നൊക്കെ ബ്രൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ സമയത്ത് കിട്ടുന്ന മെറ്റീരിയൽ അനുസരിച്ചും കൂടി ഉണ്ട് കേട്ടോ, എൻ്റെ മാത്രം മിസ്റ്റേക്ക് അല്ല. പക്ഷെ മെറ്റീരിയൽ കുറച്ച് സ്റ്റിഫാണ്. അപ്പം നമ്മളത് അകത്തേക്ക് നമുക്ക് വേറെ എവിടെയും കൊണ്ട് കളയാൻ പറ്റില്ല. ഇത് അകത്തേക്ക് തന്നെ ആക്കുമ്പോൾ കുറച്ച് വീർത്തരും. അപ്പം നമ്മൾ നോക്കി മേടിക്കണം സാരീസ്. അതാണ്. അല്ലാതെ നമ്മൾ ഓർക്കുമ്പോ അയ്യോ പണി പാളി അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല കേട്ടോ. എല്ലാം അത്യാവശ്യം ഓക്കെ ആയിട്ട് പോയി. നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന മിസ്റ്റേക്സേ വന്നിട്ടുള്ളൂ. ഓക്കെ. ഇപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് ക്ലെയറിനെ സാരിക്ക് ഡ്രേപ്പ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം മുൻപ് നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കണം? അങ്ങനെ ചോദിച്ചാൽ ഞാൻ വളരെ നേരത്തെ ബുക്കിംഗ് എടുക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അടുത്ത മാർച്ചിലേക്ക് വരെ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അതായത് മാർച്ച് 2027. അപ്പൊ അത്ര നാളത്തേക്ക് ഡേറ്റ് ഇല്ല നമുക്ക്? അങ്ങനല്ല, അതിനിടയിലുള്ള കുറെ ഡേറ്റ് ഒക്കെ ഫ്രീ ഉണ്ട്. എന്ന് വെച്ചാൽ ആ വർഷം 2-3 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പം ഞാൻ അത്രയും നേരത്തെ ബ്രൈഡ്സ് നമ്മളെ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓക്കെ ബുക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഡേറ്റ് എടുക്കും. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അവരുടെ കൺവീനിയൻസ് നോക്കിയിട്ട് മൂന്ന് മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പൊക്കെ ബുക്കിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഇവന്റ് ഒക്കെ വന്നാൽ ഞാൻ എൻ്റെ ഇവന്റ് ക്യാൻസൽ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അങ്ങനെയാണേലും ഞാൻ പോവും. അതുകൊണ്ട് എനിക്ക് പിന്നെ അത് വലിയ പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി എൻ്റെ കല്യാണം അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ വന്നാൽ ഞാൻ എൻ്റെ കല്യാണം മാറ്റാനേ ഞാൻ നോക്കുള്ളൂ. എനിക്ക് അതെ സത്യമായിട്ട് ഞാൻ അത് അങ്ങനെ ചെയ്യാനേ നോക്കുള്ളൂ. അല്ല ഞാൻ അങ്ങനെ വർക്കില്ലാത്ത ഓഫ് സീസൺ സമയത്തൊക്കെ വെക്കാനേ ഞാൻ നോക്കുള്ളൂ. തായ്ലൻഡിൽ പോയൊരു വർക്ക് ഉണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ വർക്ക്. എത്ര ഇന്റർനാഷണൽ വർക്ക്സ് എടുത്തിട്ടുണ്ട്? ഞാൻ ഇതുവരെ 2 ചെയ്തിട്ടുള്ള. തായ്ലൻഡില്, ബഹ്റൈനില്. എന്തായിരുന്നു തായ്ലൻഡിൽ പോയ വർക്ക്? എന്താ തായ്ലൻഡിൽ ഇതേപോലെ ബ്രൈഡ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു. ഒരു മലയാളി ഫാമിലി. അതൊരു ആളൊരു യു എസിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത് ആള്. അപ്പോൾ അവർ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ ബുക്ക് ചെയ്തതാണ്. ആളുടെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തതാണ്. അതിൽ ശരിക്കും പറഞ്ഞ ഒരു ഫണ്ണിലുണ്ടെങ്കിൽ ഇന്ന് വരെ അറിയില്ല കുട്ടിക്ക് കാര്യം അറിയോ എന്നുള്ളത്. ഞാൻ ബുക്കിംഗ് എടുത്ത് കൺഫേം ആക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് പാസ്പോർട്ട് കിട്ടുന്നത്. അറിയൂല കുട്ടിക്ക്, അല്ല ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ട് അറിയില്ല ആൾക്ക്. പക്ഷേ അത് ഞാൻ കുറെ നാൾ മുമ്പ് അപ്ലൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൈ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ കിട്ടുമെന്ന് അറിയായിരുന്നു. കാരണം കുറെ മുന്നേ ആ കൊച്ചു ബുക്ക് ചെയ്തേ. അപ്പൊ എനിക്ക് അറിയായിരുന്നു ഇത് കിട്ടും എന്നറിയാം. പക്ഷെ കിട്ടാത്തൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം ബുക്ക് ചെയ്യുമ്പോൾ ആൾക്ക് എന്തായാലും അറിയില്ല എനിക്ക് പാസ്പോർട്ടില്ല. പാസ്പോർട്ട് ഇല്ലാത്ത ഒരാളാണ് താങ്കൾ തായ്ലൻഡിലേക്ക് വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞിട്ട് ആ ബുക്കിംഗ് എടുത്തു. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ? കാര്യം ഈ സാരി ഡ്രൈപ്പിംഗ് ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്തപ്പോൾ മേ ബി നോ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, അതാണ് ഹൈലൈറ്റ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആള്, എനിക്ക് അച്ഛനില്ല, അമ്മ മാത്രമുള്ളേ. അപ്പം അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ അമ്മയ്ക്ക് ഓക്കെയാണ്. എന്നുവെച്ചാൽ അമ്മ ഭയങ്കര പാവമാണ്. അമ്മയ്ക്ക് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യും, ഞങ്ങൾ ഒന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ചേച്ചീനെയും എന്നെയൊക്കെ അമ്മ പഠിപ്പിക്കാനായിട്ട് കുറേ പേരെടുത്ത് ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അമ്മയ്ക്ക് എത്ര ഇല്ല പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ മേടിച്ചു തരാൻ അമ്മ അത്രയും എങ്ങനെയെങ്കിലും അമ്മ മേടിച്ച് തരും. അങ്ങനെ ഒരു അമ്മയാണ്. അപ്പം അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന് വരെ എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകും. അന്ന് തന്നെ നിലമ്പൂരാണ് ആദ്യത്തെ വർക്ക് കിട്ടിയത്. അപ്പം അമ്മ ഇങ്ങനെ 24/7 വിളിക്കും. അമ്മയ്ക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ എവിടെ എത്തി, എന്തായി, പെങ്കൊച്ചാണെന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺസേൺ ഉള്ള ആളാണ്. പക്ഷെ ഇന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഇതിന് പോവരുത് അല്ലെങ്കിൽ ഈ സമയത്ത് പോവരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ അമ്മ അങ്ങനെ ഒരു അമ്മേനെ കിട്ടിയോണ്ടാണ് ഞാൻ എന്നുവെച്ചാൽ എനിക്ക് ഇത്രയും ഇപ്പോൾ നിതാമ്പാനിക്ക് വരെ ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വന്നത് അമ്മ ഒരു കാര്യത്തിന് നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടിട്ടാണ്. ഭയങ്കര പാവാണ് ആള്. ഇപ്പോൾ ക്ലെയറിനോട് സംസാരിച്ചപ്പോൾ ക്ലെയർ ആണെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഭയങ്കര സ്ട്രഗിൾ ചെയ്താൽ വന്ന കോൺടാക്ട്സ് ഒന്നുമില്ല. ആൻഡ് ഇപ്പോൾ യു ഹാവ് ലൈക്ക് എ ലോട്ട് ഓഫ് കോൺടാക്ട്സ്. ഇപ്പോൾ നിതാംബാനിയെ വരെ ചെയ്തു, ഇനി ഈ ഉയരങ്ങളിലേക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇഷ്ടംപോലെ ഇന്റർനാഷണൽ വർക്കുകളൊക്കെ ഇങ്ങനെ ഓരോ കൺട്രീസിൽ എടുക്കാൻ പറ്റട്ടെ. സന്തോഷം. അതിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രൈപ്പിംഗിന് വിളിക്കാം. അപ്പൊ നമുക്കൊരു കൊളാബ്, അടുത്ത കൊളാബ്, നെക്സ്റ്റ് കൊളാബ് ഇല്ലടാ, ഞാൻ വിളിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക്. അപ്പൊ ഫ്രീ ആണെങ്കിൽ മാത്രം. കല്യാണം ഒന്ന് മാറ്റി ചേർന്നു. താങ്ക് യു സോ മച്ച് നമ്മളോട് സംസാരിച്ചു. താങ്ക് യു. സെറ്റ്.